investors has to worry. We want all investors to come to Karnataka. There are certain sections of the people who are well talented outside the state. We want them to work in Karnataka. The Karnataka population, especially Bangalore population, has gone 1.4 crores only because outsiders coming here. They are working here. We don't want to harm anyone. We are just looking, we will give them a scope. There are some suggestions which has come on this issue. We are just looking at it. കർണാടകത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനക്കാരെ പ്രൈവറ്റ് ജോലികളിൽ നിന്ന് അകറ്റി നിർത്താൻ മണ്ണിന്റെ മക്കൾ രാഷ്ട്രീയവുമായി കോൺഗ്രസ് സർക്കാർ. സിദ്ധരാമയ്യയുടെ പുതിയ നീക്കത്തിൽ സ്വകാര്യ മേഖലയിൽ കന്നഡികർക്ക് മാത്രം ജോലി. ആലോചനയല്ല, തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനം വെളിപ്പെടുത്തി. പ്രതിഷേധം ശക്തമായതോടെ ബില്ല് പാസാക്കുന്നത് ചിലപ്പോൾ നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. സ്വകാര്യ കമ്പനികൾ എന്ന് പറയുമ്പോൾ IT കമ്പനികൾ പോലും ഉൾപ്പെടുന്നത് 10,000-കണക്കിന് തൊഴിൽ അന്വേഷകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. എന്നും പ്രാദേശികവാദത്തിനെതിരായ കോൺഗ്രസ് രാഹുലിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന ആദ്യ സംസ്ഥാനത്ത് കന്നഡികർ മാത്രം പണിയെടുത്താൽ മതിയെന്ന തീരുമാനം ചവറ്റുകൊട്ടയിലിടാൻ അതേ രാഹുൽ തന്നെ മുൻകൈയെടുക്കേണ്ടേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കർണാടകത്തിലെ കോൺഗ്രസിന്റെ പ്രാദേശികവാദം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ റോണി കെ ബേബി, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, MES പ്രതിനിധി ഡോക്ടർ ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത് തികച്ചും ഒരു പ്രാദേശികവാദമാണല്ലോ. കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം കൊണ്ടുവരുന്നു. അത് കന്നഡികർക്ക് മാത്രമായിട്ട് അത് 100% വരെ ആ സംവരണം പോവുകയാണ്. ഇപ്പോൾ CD തസ്തികകൾ, പ്യൂൺ, സ്വീപ്പർ അങ്ങനെയുള്ള തസ്തികകളിലൊക്കെ 100% വരെ, അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് തസ്തികകളിൽ 50%, നോൺ മാനേജ്മെന്റ് തസ്തികകളിൽ 75%, വ്യവസായശാലകളിൽ. ഇങ്ങനെ വരുമ്പോൾ അത് തികച്ചും പ്രാദേശികവാദമായി രൂപപ്പെട്ടു വരികയാണ്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണോ? അത് അത്ഭുതകരമാണ് ഈ ഒരു തീരുമാനം. പക്ഷേ ഞാനൊരു കാര്യം അതിന് ബദലായിട്ട് കൂടെ പറയാം. കർണാടകയിൽ ഇതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. അതെന്താ വെച്ചാൽ ആദ്യത്തിൻ്റെ തുടക്കം കർണാടക സിനിമ ഇൻഡസ്ട്രിയിലായിരുന്നു. ഏകദേശം 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ നഗരത്തിൽ എല്ലാ തിയേറ്ററിലും ഹിന്ദി പടങ്ങളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടങ്ങളും മാത്രമേ കളിച്ചിരുന്നുള്ളൂ. കന്നഡ പടങ്ങൾക്ക് ഒരു ചാൻസ് പോലും കിട്ടിയിരുന്നില്ല. അന്നങ്ങനെ വലിയൊരു തരത്തിലുള്ള ഒരു സമരം നടക്കുകയും ആ സമരത്തെ ഡോക്ടർ രാജ്കുമാർ നയിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് സിനിമാ തിയേറ്ററുകളിൽ അവിടെ റിസർവേഷൻ കൊണ്ടുവന്നു. ഇന്ന തിയേറ്ററിൽ ഇത്ര ഷോ ഉണ്ടെങ്കിൽ ഒരു 2 ഷോ കർണാടക കളിക്കണം, അല്ലെങ്കിൽ ഇന്ന തിയേറ്ററുകൾ കൊല്ലത്തിൽ ഇത്ര വാരം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം എപ്പോഴും വൻ നഗരങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം കൽക്കത്ത നഗരം. കൽക്കത്ത നഗരത്തിൽ ഇവിടെ വരെയല്ലേ ആൾക്കാർ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൽക്കത്തയിൽ ജോലി കിട്ടുന്നില്ല. അപ്പോൾ കൽക്കത്തക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നില്ല. അപ്പോൾ പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ മറ്റുള്ളവരിടത്തുന്നുണ്ട്. അപ്പോൾ ഈ വൻ നഗരങ്ങൾ, ഞാൻ 5-6 വൻ നഗരം, അവിടെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അത് ഒന്നും മദ്രാസിൽ വലിയ പ്രശ്നമില്ല, ചെന്നൈയിൽ. രണ്ടാമത് ഹൈദരാബാദിൽ അതുമാതിരി 1, 2 ബോംബെ, ഡൽഹി, കൽക്കട്ട. അതിൽ ഡൽഹി ഒരു NCR ആണ്, അതുകൊണ്ട് ഒരു സെൻട്രൽ ടെറിട്ടറി ആയതുകൊണ്ട് ആ പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രശ്നം ഇനിയും ഉദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം മണ്ണിന്റെ മക്കൾ വാദം എന്ന് പറഞ്ഞിട്ടുള്ള വാദം നമുക്കറിയാം. 60കളിലൊക്കെ 70കളിലൊക്കെ അങ്ങനെയാണ് ശിവസേന വളർന്നത്. 70 80കളിൽ ശിവസേന വളരാനുള്ള കാരണം അതാണ്. അതായത് മുംബൈ അല്ലെങ്കിൽ ബോംബെ, അന്നത്തെ ബോംബെ നഗരത്തിൽ അവിടുത്തെ മഹാരാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മറാഠികൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തെക്കേ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്ക് എതിരായിട്ട് തന്നെ വലിയ തോതിൽ അക്രമം നടക്കുകയും അതിലൂടെയാണ് ശിവസേന വളർന്നതുമൊക്കെ. ഇപ്പൊ ശിവസേനയായിട്ട് എല്ലാവരും കോംപ്രമൈസ് ചെയ്ത്, അവിടെ BJPയും കോംപ്രമൈസ് ചെയ്ത് കോൺഗ്രസും കോംപ്രമൈസ് ചെയ്തതോടുകൂടി ആ ഒരു ഭരണത്തിൽ വന്നുകൂടെ ആ വാദം ഇല്ലാതായി. അപ്പോൾ വളരെ ഞാൻ പറഞ്ഞ സങ്കീർണമെന്ന് പറയാനുള്ള കാരണം അതേസമയം കേന്ദ്രത്തിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ നഗരങ്ങളിലുണ്ടാവും.
അതേമാതിരി തന്നെ നമ്മുടെ ഇൻഡസ്ട്രി വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം കിരൺ ഷായും അതുമാതിരിയുള്ള ആൾക്കാരൊക്കെ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരൊരിക്കലും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഇദ്ദേഹം 2020 മാൻ മനസ്സിലായില്ല, അദ്ദേഹം തെലങ്കാനയിലോട്ട് പോയ സ്ഥിതിനെക്കാട്ടും വഷളായിരിക്കും ഈ സ്ഥിതി. പക്ഷെ എന്നാൽ കൂടി എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു ശതമാനം, അറ്റ്ലീസ്റ്റ് 25% നമ്മൾക്ക് കൊടുത്തേ പറ്റൂ, പ്രത്യേകിച്ച് ഗ്രേഡ് C and D കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ അവിടെ പ്രാദേശികവാദം വളരെയേറെ വളരുകയും ഇപ്പൊ അതിന് തടുത്തു നിർത്തിയത് അവിടെ ഉണ്ടായിരുന്ന BJP ഭരണമായിരുന്നു, കോൺഗ്രസ് ഭരണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും സംവരണത്തിന്റെ ആളാണ്. അദ്ദേഹം അഹിന്ദ എന്ന പേരിൽ പിന്നോക്ക ജാതികളുടെ സംവരണം ഉണ്ടാക്കി, ഇപ്പൊ അദ്ദേഹം സ്വകാര്യ മേഖലയിൽ സംവരണം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ തരത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ആളാണ് പണ്ട് തന്നെ. അദ്ദേഹം BJPയെ നേരിടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയം വേണ്ടി വരും എന്നുള്ള ആ ഒരു നീക്കം അതല്ലേ ഇപ്പോൾ സിദ്ധരാമയ്യ നടത്തുന്നത്. പക്ഷെ ഇതേ രീതിയിൽ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അവിടെ ഉയർന്നു വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ കണ്ടതുപോലെ പ്രാദേശികമായി സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്കോ ഒന്നും കർണാടകം ഒരിക്കലും വേദിയായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് തികച്ചും ഒരു രാഷ്ട്രീയമായിട്ട് BJPയെ നേരിടുവാനുള്ള ഒരു തന്ത്രപരമായ നീക്കം ആ രീതിയിൽ തന്നെ കാണേണ്ടി വരില്ലേ ഇപ്പോൾ സിദ്ധരാമയ്യയുടെ ഈ ഒരു തീരുമാനത്തെ? പക്ഷെ ഇത് നടപ്പിലാക്കുവാൻ എന്തായാലും ബുദ്ധിമുട്ടാണല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നു, ഡോക്ടർ രാജകുമാറിന്റെ കാലഘട്ടത്തിലും കന്നഡ ചൗഹലിയ പാർട്ടി എന്ന് കണ്ടാണ് അതിന്റെ പേരുണ്ടായിരുന്നത്. അവരുടെ വട്ടൽ നാഗരാജ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പൊ അന്നും ഈ കന്നഡികൾക്ക് വേണ്ടി. പക്ഷെ ഇപ്പൊ കന്നഡിക ആദ്യം ഉണ്ടായ കന്നഡ ഇത് പ്രശ്നം അവിടെ സിനിമ ഇൻഡസ്ട്രിയിലെങ്കിലും സോൾവ് ചെയ്ത് KGFന്റെയും കാന്താരയുടെ ഒക്കെ വൻ വിജയം വന്നപ്പോൾ ഓൾ ഇന്ത്യ ഒരു ഇൻഡസ്ട്രിയെ മാറി കർണാടക ഫിലിം ഇൻഡസ്ട്രി. അപ്പൊ ആ ഭാഗം മാറുന്നു. പിന്നെ കർണാടക സാഹിത്യത്തിനും കർണാടക ഭാഷയ്ക്കും ഒക്കെ അവർ ഒരുപാട് സംരക്ഷണം നൽകിയിട്ടുണ്ട്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ, അത് BJP ആയാലും ജനതാ പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും. ഏതായാലും ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു ചോദ്യം കൂടെ അതിൽ ബാക്കി കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംവരണം കൊണ്ടുവരുമ്പോൾ അതിലൊരു ഉപസംവരണം കൊണ്ടുവന്ന് ദളിത് വിഭാഗങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു സംവരണം. കാരണം ദളിത് വിഭാഗങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവകാശപ്പെടുന്നുണ്ട്. അവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലികൾ പോയി തുടങ്ങിയതോട് കൂടിയിട്ട് ഇല്ലാതായി തുടങ്ങിയതോട് കൂടിയിട്ട് ദളിത് സംവരണം കുത്തനെ താഴത്തോട്ട് പോയിരിക്കുകയാണ്. അവർക്ക് മറ്റുള്ള പ്രൈവറ്റ് സംവരണമോ അല്ലെങ്കിൽ സ്വകാര്യ സംരംഭങ്ങളിൽ അവർക്ക് ഈ ധനശേഖരണം നടത്താനായിട്ടുള്ള ഇതില്ല, സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അതും ഇതിൽ ഉയർന്നു വരും. നമ്മൾ ഈ സംവരണം കൊണ്ട് വേറെ പ്രശ്നം വരാമുണ്ട്. അതിപ്പോൾ അനാവശ്യമായിട്ട് ഓപ്പണിംഗ് ദ പെൻഡോറാസ് ബോക്സ് എന്ന് പറഞ്ഞ മാതിരി ആ തരത്തിലുള്ള ഒരു സംഭവത്തിലോട്ടാണ് പോയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിലോട്ട് ചാടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഇലക്ഷൻ ഏതായാലും ഇല്ല. ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത് ഇത് എടുത്തിടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ധ്രുവീകരണ രാഷ്ട്രീയം അവിടെ BJPക്ക് എതിരായിട്ട് മാത്രമല്ല പല രീതിയിലും ധ്രുവീകരണ രാഷ്ട്രീയം പോകും. കാരണം ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ജാതിയെ കൂട്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ വേറെ ജാതി അപ്പുറത്തോട്ട് ചാടും. അപ്പൊ അങ്ങനെ എളുപ്പമല്ല ധ്രുവീകരണ രാഷ്ട്രീയം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇലക്ഷനിൽ കണ്ടാണല്ലോ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് എന്ത് പറ്റി ഉത്തർപ്രദേശിൽ നിന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുക വഴി ഒരു വലിയൊരു റിസ്ക് ആണ് അനാവശ്യമായിട്ട്. കാരണം പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് കർണാടകയിൽ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ് ഇത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ MR അഭിലാഷ്, അടുത്തിടെയായിട്ട് ഹരിയാന സർക്കാരിന്റെ ഇങ്ങനെയുള്ള ശ്രമം പക്ഷേ അത് കോടതിയിൽ തട്ടി നിൽക്കുകയാണല്ലോ ചെയ്തത്. ഇപ്പോഴും ആ കേസ് പെൻഡിങ്ങിലും നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് നിയമപരമായി നോക്കുമ്പോൾ കർണാടക സർക്കാരിന് ഈ നിയമസഭയിൽ ഈ ബില്ല് പാസ്സായാൽ തന്നെ, നിയമമായാൽ തന്നെ കോടതിയുടെ കടമ്പ കടക്കുവാനുള്ള ബുദ്ധിമുട്ട് നിലവിൽ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു തരത്തിൽ വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഒരു ലെജിസ്ലേറ്റീവ് പ്രപ്പോസലാണ്. ഇത് നിയമമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബാംഗ്ലൂരിനെ പോലെ ഒരു സിറ്റി എന്ന് പറയുന്നത് അത് ദക്ഷിണേന്ത്യയുടെ മുഴുവൻ അല്ല, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ മുഴുവൻ ഒരു സാങ്കേതിക സമ്പത്താണ്. അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയരും എന്ന് മാത്രമല്ല, അത് നിയമമായി വന്നു കഴിഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല പ്രൊവിഷൻസിനും അത് വിരുദ്ധമായിട്ടാണ് എന്നത് വളരെ പ്രകടമാണ് തന്നെയാണ്. പഞ്ചാബിൽ കൊണ്ടുവന്ന പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഹരിയാനയിൽ കൊണ്ടുവന്നത് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം 2020 കൊണ്ടുവരികയുണ്ടായി. അത് ബഹുമാനപ്പെട്ട പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെയും 75% പ്രാദേശികമായിട്ടുള്ള റിസർവേഷൻ ആയിരുന്നു നിയമപ്രകാരം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് സർക്കാർ ദീർഘവീക്ഷണമില്ലാതെ
നിയമനിർമ്മാണ പ്രക്രിയ വഴി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഭരണഘടനയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള മൂല്യങ്ങളെ നിരാകരിക്കുകയാണ് അത്തരം നിയമനിർമ്മാണത്തിലൂടെ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നിയമത്തിൽ നിലനിൽക്കുകയില്ല. ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം അത് സമത്വമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 15-ാം വകുപ്പ് എന്ന് പറയുന്നത് ജാതിയുടെയോ വംശത്തിന്റെയോ ലിംഗത്തിന്റെയോ ജനിക്കുന്ന സ്ഥലത്തിന്റെയോ മാത്രം അടിസ്ഥാനത്തിൽ ആരോടും വേർതിരിവ് കാട്ടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. എന്ന് മാത്രമല്ല, ഭരണഘടനയുടെ 19-ാം വകുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകതരം സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് 19G പറയുന്നുണ്ട് എന്ത് തൊഴിലും ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയും. 19(1)G 19(1)E പറയുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനും അവിടെ സെറ്റിൽ ചെയ്യുവാനുള്ള അവകാശം. മിസ്റ്റർ മഞ്ജുഷിന് ജാർഖണ്ഡിൽ പോയി അവിടെ താമസിക്കാൻ കഴിയും. പക്ഷെ അവിടെ താമസിക്കുന്ന ശ്രീ മഞ്ജുഷിന് അവിടെ ഉപജീവന മാർഗം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ആ 19(1)E എന്ന് പറയുന്ന ആ മഹനീയമായിട്ടുള്ള ഇന്ത്യൻ ഭേദഗതി കൊണ്ട് പോലും എടുത്തു കളയാൻ കഴിയാത്ത ആ ഒരു മഹനീയ അവകാശത്തിന് പിന്നെന്താ പ്രസക്തിയായിട്ടുള്ളത്? അപ്പം ഭരണഘടനയുടെ പാർട്ട് 3 3-ാം ചാപ്റ്റർ നമുക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും, പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണ പ്രപ്പോസലാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പാർട്ടി അതുകൊണ്ട് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. കോടതിയിൽ അത് ഒരു തരത്തിലും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിയമം പോലും ആകരുത് എന്ന ശക്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നാം ആ ബില്ലിന്റെ ക്ലോസ് 9 ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് വളരെ രസകരമാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളുടെ ബോർഡ് പ്രദർശിപ്പിക്കുമ്പോൾ എന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള സംരംഭങ്ങളുടെയും എല്ലാ സ്വകാര്യ വ്യവസായങ്ങളുടെയും എന്ന് മാത്രമല്ല അഡ്വർടൈസ്മെന്റ് ഹൈവേയിൽ ഇതൊക്കെ കന്നഡയിലായിരിക്കണം ആദ്യം ആ സന്ദേശം വരേണ്ടതായിട്ടുള്ളത്. പിന്നെ മാത്രമേ ഇംഗ്ലീഷോ ഹിന്ദിയോ വരാവൂ. ഇത്രയധികം ഹീനമായിട്ടുള്ള പ്രാദേശിക ഭാഷാ ജ്വരം ഒരു നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്ത് ദേശീയ ബോധമാണുള്ളത്? ശ്രീ ബേബി, ഇത് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്നാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവർ പോലും പറയുന്നത്. സ്നേഹത്തിന്റെ കട തുറക്കുന്നവരാണല്ലോ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച്. അങ്ങനെ ആദ്യ കട തുറന്ന സംസ്ഥാനമാണ് കർണാടകം. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ കടുത്ത പ്രാദേശികവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സിദ്ധരാമയ്യ സർക്കാർ. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എല്ലാത്തരം വിഭാഗീയതകളെയും എതിർക്കുകയും ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഒരു പ്രാദേശികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയുടെ ഒരു ഗതി സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ കർണാടക സർക്കാർ നിയമസഭയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ കർണാടക മന്ത്രിസഭ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ ആ ഒരു ബില്ല് അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ബില്ല് അത് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇത് പുതുതായിട്ട് വന്നതല്ല. കോൺഗ്രസ് സർക്കാർ അല്ലെ സിദ്ധരാമയ്യ സർക്കാർ അവിടെ ഒരു മണ്ണിൻ മക്കൾ വാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുതുതായിട്ട് കൊണ്ടുവന്നതല്ല. 1984 സരോജിനി മഹിഷി കമ്മിറ്റി അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവര് 1986 ഇത് പറയുകയുണ്ടായി. ഈ പറയുന്ന അവിടെ 100% അല്ല നമ്മളിവിടെ ചർച്ച ചെയ്ത പോലെ ഈ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വകാര്യ മേഖലയിലെ ജോലി മുഴുവൻ അവിടെ കന്നഡികർക്ക് കൊടുക്കണമെന്നല്ല പറയുന്നത്. 1986 മുതൽ ഒരു പോളിസിയായി, അതൊരു നിയമമായിട്ടല്ല ഒരു പോളിസി ആയിട്ട് അത് കർണാടകയിൽ ഉണ്ടായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2019 കൃത്യമായി തന്നെ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ആയിട്ട് ഇത് നിലവിൽ വന്നു. അത് ഒരു സ്റ്റാൻഡിംഗ് ഓർഡറിന് ഒരിക്കലും നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയില്ല. അപ്പോൾ അതിന്റെ ഒരു പരിരക്ഷ കൊടുക്കുന്നുണ്ട്. ഇത് ഇനി എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വന്നുകൊള്ളാം. അങ്ങനെയാണ് ഈ സ്റ്റാൻഡിംഗ് ഓർഡറിന് ഒരു നിയമപരമായ ഒരു പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം 2024 കർണാടക ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡർ അമെന്റ്മെന്റ് റൂൾസ് വരുന്നു. ബേസ് ചെയ്തുകൊണ്ടാണ് പുതിയ ലെജിസ്ലേഷൻ വരുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളാം. അപ്പോൾ എന്തിനാണ് 2019 ഇത് കൊണ്ടുവന്നത്? അന്ന് ആ സ്റ്റാൻഡിംഗ് ഓർഡർ കൊണ്ടുവന്നത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. 2011 മുതൽ കർണാടകയിലെ നിരവധിയായിട്ടുള്ള വ്യവസായശാലകൾ ഇവിടെ നടന്നിരിക്കുന്ന അപകടങ്ങളൊക്കെ വലിയ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഷ അറിയാത്ത, അതും ദക്ഷിണേന്ത്യയിലുള്ള ജോലിക്കാരല്ല, ഉത്തരേന്ത്യയിൽ നിന്നും വന്ന ഒരുപാട് ജീവനക്കാരെ ഒരുപാട് ജോലിക്കാരെ ഭാഷ അറിയാത്ത ആളുകൾ അവർ ഒരുപാട് അപകടത്തിൽപ്പെടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായി പ്രോപ്പറായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി കൃത്യമായി തന്നെ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ വിവാദമാക്കുന്ന ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ നിയമത്തിലുള്ള ചില 1-2-3 കാര്യങ്ങൾ പറയാം. ഇവിടെ C&D തസ്തികകൾ നമുക്കറിയാം. C&D തസ്തിക എന്ന് പറയുന്നത് IT പ്രൊഫഷൻ ഒന്നുമല്ല. അവിടുത്തെ തൂപ്പ് ജോലി പോലെയുള്ള
ഏറ്റവും സാധാരണക്കാരായ ജോലികൾ അവിടെ സംവരണം പക്ഷെ അവിടെ അല്ല CNDയിൽ അത്ഭുതം. ശരിയാണ് 100% സംവരണം, അതിൽ ഈ സംവരണത്തിന്റെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകട്ടെ. പക്ഷെ IT കമ്പനികളിൽ പോലും ഈ സ്വകാര്യ കമ്പനികൾ എന്ന് പറഞ്ഞ് ഈ ബില്ലിൽ ഉൾപ്പെടുന്ന കമ്പനികൾ വായിച്ചു നോക്കുമ്പോൾ ഒരു കമ്പനിയെയും ഒഴിവാക്കിയിട്ടില്ല. സ്വകാര്യ മേഖലയിലെ എല്ലാ കമ്പനികളിലല്ല ഒരു സ്ഥാപനത്തെയും അവിടെ ഒഴിവാക്കിയിട്ടില്ല. IT കമ്പനികൾ അതിൽ വരുന്നു, സ്കൂളുകൾ വരുന്നു, കോളേജുകൾ വരുന്നു. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ സ്വകാര്യ മേഖല എന്ന് പറയുന്ന നിർവചനത്തിൽ വരുന്നത്. അതിൽ ഈ CND, അതായത് സ്വീപ്പർ തസ്തിക, പ്യൂൺ തസ്തിക, അവിടങ്ങളിലാണ് 100% മുഴുവനും കന്നഡികർക്ക് മാത്രമെന്ന്. അത് ശരിയാണ്, താങ്കൾ പറയുന്ന ഈ വാദം അംഗീകരിക്കാം. പക്ഷെ മറ്റിടങ്ങളിൽ അതിൻ്റെ ആവശ്യം എങ്ങനെ വരുന്നു എന്നുള്ളതാണല്ലോ. സ്കിൽ പോലും അല്ലല്ലോ അവിടെ മാനദണ്ഡമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സ്കില്ലില്ലാത്തവർക്ക്, അതിൽ എഫിഷ്യൻസി ഇല്ലാത്ത ആളുകൾക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് അവരെ കന്നഡികരെ മാത്രമായിട്ട് ഈ ജോലികളിൽ കൊണ്ടുവരിക എന്ന് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ് ഈ ബിൽ. അതല്ലെങ്കിൽ പിഴയാണ് അവിടെ ചുമത്തപ്പെടുക. ഈ മഞ്ജുഷ ഒരു കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. കാരണം നമുക്കറിയാം ഇത് കർണാടകയിലെ മാത്രം ഒരു സംഭവമല്ല. നമ്മൾ ലോകത്തെ എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലണ്ട് ആണെങ്കിലും കാനഡ ആണെങ്കിലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവരൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ, കാരണം അവിടെ മനസ്സിലാക്കില്ല ഒരുപാട് പിന്നെ ആനുകൂല്യങ്ങൾ. ഞാൻ മഞ്ജുഷിനോട് പറയാം. അതിന്റെ തോർ റൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റിൽ കന്നഡ ഒരു നിർബന്ധ ഭാഷയെ പഠിക്കാത്തവർക്ക് അവിടെ കൃത്യമായിട്ടുള്ള എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, അവിടെ എന്ന് പറഞ്ഞ് അവിടെ കർണാടകയുടെ ഒരു നോഡൽ ഏജൻസി തയ്യാറാക്കുന്ന ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് കർണാടകയുടെ എലമെന്ററി. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള എത്രയോ കുട്ടികൾ ഇപ്പോൾ ജർമ്മനും ഫ്രഞ്ചും ഒക്കെ പഠിച്ച് അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സായാൽ കാരണം അവിടെ ജോലിയിൽ പ്രവേശിക്കാം. ഇനി കന്നഡീയരായ അല്ലാത്ത ആളുകളെ ജോലിക്ക് എടുത്താൽ എന്താ 3 വർഷത്തിനോളം അവിടെ കന്നഡയുടെ ബേസിക് ആയിട്ടുള്ള ലിപിയിൽ, ഭാഷയിൽ അതിനകത്ത് പരിശീലനം കൊടുക്കാം. ഇനി മൂന്നാമത് പറയുന്നുണ്ട്, ഇനി കന്നഡീയരായ ആളുകളെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഗവൺമെന്റിൽ ഒരു കൃത്യമായി തന്നെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. കർണാടക മാത്രമല്ല, ഇന്ത്യയിൽ 4 or 5 സംസ്ഥാനങ്ങൾ ഓൾറെഡി തന്നെ ഇവിടെ ചർച്ച ചെയ്ത പോലെ ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു പ്രാദേശികമായ ഒരു സംവരണം കൊണ്ടുവന്നത് ആന്ധ്രാപ്രദേശാണ് 2019. ആന്ധ്രാപ്രദേശ് വരുന്നു, പിന്നീട് ഈ പറയുന്ന നമ്മുടെ ഹരിയാന വരുന്നു, മഹാരാഷ്ട്ര വരുന്നു, മധ്യപ്രദേശ് വരുന്നു. അപ്പോൾ സ്വാഭാവികം നമ്മുടെ കാര്യം മനസ്സിലായും ഇതിനകത്തൊരു വിവേചനമില്ല. നമ്മൾ വിവേചനം എന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ ഇവിടെ അതിനകത്ത് ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റേറ്റിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന, സ്റ്റേറ്റിന്റെ സഹായം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, വാട്ടർ പോലെയുള്ള സ്റ്റേറ്റിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ്. അപ്പോൾ അവിടെ ഒരു തികച്ചും ന്യായമായി ഇനി നമുക്കറിയാം. അല്ല, ഞാൻ പറയട്ടെ, ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ദൂഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളികൾക്ക് പോലും അവിടെ ജോലി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഈ പറയുന്ന 75% നോൺ മാനേജ്മെന്റ് എന്ന് പറയുന്ന തസ്തികകൾ പോകുന്നത് കന്നഡികർക്ക് മാത്രമാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ 25% ഉൾപ്പെടാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവിടെ സ്കില്ലുണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തപ്പെടും. കാരണം ഈ 75% നിയമിക്കാനായിട്ട് ഈ എഫിഷ്യൻസി ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, കന്നഡികരായ ആളുകൾ ഇല്ല എങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ നിയമിക്കുക എന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും, പ്രാഗൽഭ്യം ആ മേഖലയിൽ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ, അതിൽ മലയാളികളും ഉൾപ്പെടുമല്ലോ, അവർ മാറ്റി നിർത്തപ്പെടും സ്വാഭാവികമായിട്ടും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇല്ല, ഒന്നാമത്തെ കാര്യം ഇവിടെ ശ്രീ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞു, ഇവിടെ MR അഭിലാഷ് പറഞ്ഞു, ഇത് നടപ്പാകാൻ പോകുന്ന കാര്യമല്ല. ഇത് കോടതിയിൽ പരാജയപ്പെടും, ഉറപ്പായിട്ടും പരാജയപ്പെടും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ നീചമായ കളി കളിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അവിടെ ഒരു പ്രാദേശിക വികാരം ഇളക്കി വിടുക എന്നുള്ളതിനപ്പുറം ഇത് നടപ്പാക്കാനോ ഇത് നിയമമാക്കി നടപ്പാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമേ അല്ല. ഇവരെന്നും അങ്ങനെയാണ്. പണ്ട് ഇതേപോലെ പഞ്ചാബിൽ ഇളക്കി അവിടുത്തെ പ്രാദേശിക വാദത്തിനെ, അവിടുത്തെ ആ വിഘടനവാദത്തിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ദാരുണ ഫലമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം. അപ്പം അതേപോലെ ഇവിടെ തമിഴ്നാട്ടിലെ ഈ LTTE പിന്തുണച്ച്, പ്രാദേശികവാദത്തിനെ പിന്തുണച്ച് അവിടെ നിന്ന് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചതിൻ്റെ ആ ഒരു ഫലമായിരുന്നു രാജീവ് ഗാന്ധിയുടെ കൊലപാതകം. ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇത് നിയമമാകാൻ പോകുന്നില്ല, ഉറപ്പായിട്ടും നിയമമാകാൻ പോകുന്നില്ല. പക്ഷെ ഇത് സമൂഹത്തിലൊരു ചർച്ചയായി മാറുകയാണ്. ഞങ്ങൾ ഇവിടെ
കർണാടകത്തിന് കന്നഡയ്ക്ക് വേണ്ടി അല്ല, നിലകൊള്ളാൻ നിയമസഭയിൽ ശ്രമിച്ചു. പാസ്സാക്കിയെടുക്കാൻ പക്ഷേ ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും കൂടി എതിർത്ത് നിയമമാകാൻ തോൽപ്പിച്ചു. ബുദ്ധിമുട്ടില്ല. അത് ഈ പിന്നീട് രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണല്ലോ. നിയമസഭയിൽ പാസ്സാക്കിയെടുക്കും. പക്ഷേ കോടതിയിലാണല്ലോ ഭൂരിപക്ഷം. കോടതിയിൽ ഇത് പരാജയപ്പെടും. ഇത് നടക്കില്ലെന്നേ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 50 സർവ മാനേജ്മെന്റ് പൊസിഷനിലും 50% കന്നഡ, നോൺ മാനേജ്മെന്റ് പൊസിഷനുകളിൽ 75% കന്നഡികർ, ബാക്കിയുള്ളിടത്ത് 100%. ഈ രീതി അത് മാത്രമല്ല, അവിടെ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ കന്നഡ പഠിക്കണം. അവരെ കന്നഡ പഠിപ്പിക്കാനുള്ള സൗകര്യം ഈ സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്ക് പിഴ. ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ അത് ചെയ്തു വച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ കടയിൽ ഇവരാണല്ലോ ഇപ്പോഴത്തെ ഈ ലോകം മുഴുവനും സ്നേഹത്തിന്റെ ടോട്ടൽ ഹോൾസെയിൽ ഡീലേഴ്സ് ആണല്ലോ ഇവര്. അവിടെയാണ് ഈ വിഘടനവാദത്തിന്റെ, ഈ പ്രാദേശികവാദത്തിന്റെ ഒരു വലിയ അതിന്റെ കച്ചവടം ഇപ്പോൾ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായ ഒരു സാമൂഹ്യ ദുരന്തത്തിലേക്കാണ് ആ സംസ്ഥാനത്തിനെ ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അവർ ആ വിഷവിത്തുകൾ അവിടെ വിതച്ചു കഴിഞ്ഞു. ഇനിയും ഇത് നിയമമായാലും ശരി ഇല്ലെങ്കിലും ശരി ഈ വിഷവിത്തുകൾ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനെക്കാട്ട് കൂടുതൽ ഇത്ര നീചമായ ദ്രോഹം ഒരു സമൂഹത്തിനോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. അവരെന്നും ഇങ്ങനെയായിരുന്നു, എന്നും ഇങ്ങനെ തന്നെയായിരുന്നു അവർ. ഇനി എന്നും ഈ പറഞ്ഞ പോലെ ഇതേപോലെ പണ്ടൊരു കളി കളിച്ചത് VP സിംഗ് ആണ്. അന്നത്തെ ആ രാഷ്ട്രീയ നിലനിൽപ്പിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അന്ന് നമ്മൾ കണ്ടതാണ് ഈ രാജ്യം മുഴുവനും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് കത്തിയെരിഞ്ഞത് എന്നുള്ളത്. കാര്യം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, ഈ വൈവിധ്യമുള്ള സമൂഹം എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റും കൂടെയാണ്. വളരെ വൈകാരികമായ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഇഷ്യൂവിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പ്രാദേശികവാദത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആ പ്രാദേശികവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ബംഗളൂരുവിലെ വ്യവസായ പ്രമുഖരെല്ലാം തന്നെ ഇത് പല ഗ്രൂപ്പുകളിൽ നിന്നും, പല വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്നും ഇതിനകം തന്നെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് ശരിയല്ല, ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് കർണാടക സർക്കാർ പിന്മാറണം എന്നുള്ള അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ സന്ദീപ് കൊക്കൂൺ, അദ്ദേഹം പ്രമുഖ വ്യവസായിയാണ് ബംഗളൂരുവിലെ. ശ്രീ സന്ദീപ്, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇങ്ങനെ ഒരു നീക്കം കർണാടക സർക്കാർ നടത്തും എന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നോ? ഇപ്പോൾ ഇങ്ങനെ മന്ത്രിസഭ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഈ തീരുമാനം പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഉണ്ട്? ഇത് ഏത് തരത്തിൽ ബാധിക്കും? ഇങ്ങനെയൊരു പ്രാദേശികവാദം അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു തൊഴിൽ സംവരണം സ്വകാര്യ മേഖലയിൽ കർണാടകത്തിൽ നിലവിൽ വരുമ്പോൾ? അത് പ്രാദേശികവാദത്തിനേക്കാൾ കൂടുതലായിട്ട് ഞാനെല്ലാം എൻ്റെ ജന്മനാട് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഞാൻ വസ്ത്രനിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് കൊറോണയ്ക്ക് മുൻപ് ഏതാണ്ട് 650-ലധികം ആളുകൾ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് കർണാടകയിലേക്ക് ബാംഗ്ലൂർ വരാൻ തന്നെ കാരണം വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലം അങ്ങനെ നോക്കി തിരഞ്ഞെടുത്താണ്. അപ്പോൾ ഇപ്പം ഇവിടെയുള്ള ആളുകൾ ഇത്തരം മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകൾ ഇത്തരം ബിസിനസ്സുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പുതിയ സംഭവങ്ങളിലേക്കൊന്നും വരുന്നില്ല. അതായത് ലേബറായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇവിടെ ഒരു പരിധിവരെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാര്യം ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് അവർക്ക് മറ്റു മേഖലകളിൽ ജോലി ചെയ്യാനുണ്ട്. IT മേഖലകളായിക്കോട്ടെ, മറ്റു മാളുകളായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ളതിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഇവിടെ തൊഴിലവസരങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളാണ്. കാര്യം ഒന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്, പിന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്, പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചെലവ് കുറയും. അതായത് അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നതിനേക്കാൾ ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റുമാണ്. പക്ഷെ പുതിയ ആളുകൾ ആരും തന്നെ ഈ മേഖലകളിൽ, ഇപ്പം ഞാനുള്ള ടെക്സ്റ്റൈൽ മേഖലകളിലേക്കൊന്നും പുതിയ തലമുറകളിൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് അതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ നിയമം ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടാൽ തന്നെ എത്രമാത്രം ഇത് പ്രാക്ടിക്കലി കൊണ്ടുനടക്കാൻ പറ്റുന്നുള്ളതിനെ സംബന്ധിച്ചോളം നമുക്കറിയാൻ കഴിയില്ല. വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ.
അതായത് പിന്നെ ലേബേഴ്സിനെ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ. ലേബേഴ്സിനെ കിട്ടുവാൻ ഇപ്പൊ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് കൊറോണയ്ക്ക് മുൻപ് എനിക്ക് 650 ഉള്ള എന്ന് വെച്ചാൽ ഫുള്ളി സ്കിൽഡ് ലേബേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൊറോണയ്ക്ക് ശേഷം ഏതാണ്ട് കുറച്ച് മാസങ്ങൾ നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം പുതുതായി വരുന്ന ആളുകളെല്ലാം ഇല്ലാതായി. എന്നുവെച്ചാൽ ഒത്തിരി ഫാക്ടറികൾ ഇവിടെ ബാംഗ്ലൂരിൽ എണ്ണത്തിൽ കുറഞ്ഞു പോയി. ടെക്സ്റ്റൈലൊക്കെ ആണെങ്കിൽ ഒരുപാട് വലിയ വലിയ ടെക്സ്റ്റൈൽ ഫാക്ടറികൾ കുറഞ്ഞു, മറ്റു അവസരങ്ങൾ മറ്റു സ്ഥലത്തേക്ക് പ്രചരണപ്പെട്ടു. ഇപ്പോൾ തെലങ്കാനയിലേക്ക് കുറെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു, ബംഗ്ലാദേശിലേക്ക് മാറിക്കഴിഞ്ഞു കുറെ. അപ്പൊ ഇവിടെയുള്ള ആളുകളെ എന്നെ പോലുള്ള മേഖലകളിലുള്ള ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ആളുകൾ ഇപ്പൊ നിലവിൽ ഇവിടെ തന്നെ അവൈലബിലിറ്റി വളരെ കുറവാണ്. പ്രാദേശികമായി നമ്മളൊക്കെ ആളുകളെ കിട്ടാൻ വേണ്ടി വളരെ വലിയ രൂപത്തിൽ നമ്മുടെ HR വർക്ക് ചെയ്തിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ നിയമം വരികയാണെങ്കിൽ നിങ്ങളുടെ മേഖല എന്ന് പറയുമ്പോൾ അവിടെ 50 മുതൽ 75% വരെ സംവരണമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 50% സംവരണം കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആളാണ്. മാനേജ്മെന്റ് മേഖലയിലാണെങ്കിൽ 50%, 75% നോൺ മാനേജ്മെന്റ് തസ്തികകളിൽ, അങ്ങനെയാണല്ലോ. അതിൽ ഇവരെ കിട്ടുവാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കാർ വരേണ്ടതില്ല ഈ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന വ്യവസായ മേഖലയിൽ, അതായത് ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ എന്നാണോ? നിലവിൽ എൻ്റെ ഫാക്ടറിയിലാണെങ്കിൽ ഇപ്പോൾ ആഫ്റ്റർ കൊറോണ വന്നിരിക്കുന്നത് മുഴുവൻ UP എന്നുള്ള ആളുകൾ. അതിന് മുൻപ് ജാർഖണ്ഡിൽ നിന്നൊരു സർട്ടൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, മറ്റു സ്ഥലങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പൊ UP യിൽ നിന്നാണ് കൂടുതൽ ആൾ വരുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ലഭ്യത കുറവുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ UP യിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ആ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? അല്ല, താങ്കളുടെ മേഖലയിൽ അങ്ങനെ ഈ IT സെക്ടറിൽ നിന്നാണല്ലോ ഇതിൽ കൂടുതലായിട്ടും എതിർപ്പ് വരുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന വ്യവസായത്തിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ടുള്ളതാണ്. അവിടെ തൊഴിലവസരങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് കുറയും. അത് വാസ്തവമുള്ള കാര്യമാണല്ലോ അല്ലേ? ഇല്ല, ഒരിക്കലും കുറയാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. കാരണം ഇവിടെ നാൾക്ക് നാൾ വ്യവസായങ്ങൾ കൂടി വരുമെന്നല്ലാതെ നമ്മളെ കാണുന്നിടത്തോളം കുറഞ്ഞു വരുന്നില്ല. ഇപ്പൊ ഞങ്ങളെ ഇൻഡസ്ട്രിയിലാണെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു സർട്ടൻ പെർസെൻറ്റേജ് കുറയുന്നു, പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആവശ്യത്തിന് ആൾക്കാരെ കിട്ടാത്തത് ഇവിടുത്തെ റിക്വയർമെന്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് റിക്വയർമെന്റ്സ് കുറയുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ ആവശ്യമുള്ളതിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഓപ്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാൾക്ക് നാൾ പുതിയ പുതിയ മോളുകൾ വരുന്നു, IT പാർക്കുകൾ പുതുതായി ലോഞ്ച് ചെയ്യുന്നു. ഇനിയിപ്പോ ന്യൂ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ എയർപോർട്ടിനടുത്ത് പുതിയൊരു ഒരു പുതിയ ബാംഗ്ലൂരിന്റെ മറ്റൊരു മുഖം അവിടെ ഉണ്ടാക്കാൻ പോകുന്നു. അതൊക്കെ ഫുള്ളി IT ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പൊ ആപ്പിളിന്റെ ഫാക്ടറി ബാംഗ്ലൂർ സെറ്റിൽ ചെയ്യാൻ പോകണം. അപ്പൊ ഇവിടേക്കെല്ലാം അവസരങ്ങൾ വല്ലാതെ കൂടുന്നുണ്ട്. അപ്പൊ അതിന് അനുസരിച്ച് അവര് കുറച്ച് ലോക്കലായിട്ടുള്ള ആളുകളെയും കൂടി എടുക്കാൻ താല്പര്യപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് അതിന് വലിയ രീതിയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പല വ്യവസായ ഗ്രൂപ്പുകളും ഇതിനെ എതിർക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കർണാടകത്തിലെ മറ്റ് മന്ത്രിമാർക്ക് ഇപ്പോൾ സിദ്ധരാമയ്യ ഇക്കാര്യം ട്വീറ്റ് ചെയ്തു. ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, മന്ത്രിസഭാ യോഗം ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ട്വീറ്റ് ചെയ്തത്. അതിനെതിരെയുള്ള വിമർശനം ഉയർന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ആ ട്വീറ്റ് തന്നെ പിൻവലിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിനുശേഷം ചില മന്ത്രിമാർക്ക്, IT മന്ത്രി പോലുമുണ്ട്, ഇത് കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യുകയുള്ളൂ എന്ന് പറയേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എതിർപ്പുണ്ട് എന്ന കാര്യം ശരിയാണോ തെറ്റാണോ? എതിർപ്പുണ്ടായിരിക്കാം. കാരണം ഞാൻ സംസാരിക്കുന്നത് കൂടുതലും എൻ്റെ മേഖലയെ ബേസ് ചെയ്തുകൊണ്ട്, എനിക്ക് ലേബർ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ IT മേഖലകളിലൊക്കെ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് വലിയ ചർച്ചകളിലൂടെ മാത്രമേ നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ വരുംവരായികൾ നമുക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി എല്ലാ മേഖലകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനെല്ലാം ഇവിടെ അനവധി അസോസിയേഷനുകളുണ്ട്, എല്ലാ തരം സംഘടനകളും ഉണ്ട്. അപ്പൊ അത്തരം ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുമായിരിക്കാം. പിന്നെ ഇവിടെയുള്ള സംഘടനകൾക്ക് വ്യക്തമായ കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സംഘടനകളാണ് നിലവിൽ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി സന്ദീപ്, സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ അഭിപ്രായം കേൾക്കും അതിൽ. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ സന്ദീപ് അവിടുത്തെ ഒരു വ്യവസായിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ കുഴപ്പമുണ്ടാകില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണമായിട്ട്. അദ്ദേഹം പറയുന്നത് UP നിന്നും ജാർഖണ്ഡിൽ നിന്നും ആള് വരുന്നു. എന്താ അതിനെ കേരളത്തിൽ നടക്കുന്നത്? അവർ UP യിലോ ജാർഖണ്ഡിലോ 6000 റുപ്യ ഇട്ടുമായിരിക്കും, ബീഹാറിലോ, ആ നോർത്ത് ഈസ്റ്റിലെ കംപ്ലീറ്റ് ഒരു മാസം വേതനം. അത് ഇവിടെ വരുമ്പോൾ 15000 18,000 ഒക്കെ ആകുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയും
ഇവിടെ നിന്നുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സംസ്ഥാനങ്ങളും ഉണ്ടാവുന്നത്. കാരണം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലും ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റികളിലൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ട്. അതെന്താ കാരണം മുഖ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലെ പല മേഖലകളുണ്ട്. അവിടെ യാതൊരു തരത്തിലുള്ള മിനിമം വേജസും ഇല്ല, ഒരു തരത്തിലുള്ള ലേബർ നിയമങ്ങളും ഇല്ല. ഒന്നുമില്ലാത്തതിനെ കൊണ്ടാണ് ഈ പാവങ്ങൾ, നമുക്കറിയാലോ, ഇപ്പൊ ഈ ബംഗാളുമായിരുത്ത കൽക്കട്ടമായിരുത്ത ഒരു വൻ സിറ്റി ഉള്ളപ്പോ അവിടെ ജോലി കിട്ടാതെയല്ലേ അവർ ഇവിടെ വരുന്നത്. മനസ്സിലായേ? എന്തിനു പറഞ്ഞാൽ ഇന്ത്യയുടെ വിഭജന കാലത്ത് തന്നെ ഇതൊരു പ്രശ്നമായിരുന്നു ഈ കൽക്കട്ട സിറ്റി ആർക്ക് പോകും എന്നുള്ളത്. കാരണം ആകെ ഉള്ളത് കൽക്കട്ട സിറ്റിയാണ് അവിഭക്ത ബംഗാളിൽ. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ശതമാനം, ഈ ശതമാനത്തിൽ മാത്രം എനിക്ക് എതിർപ്പുള്ളൂ. ലോവർക്ക് ഇതിൽ ചുരുങ്ങിയത് 50% റിസർവ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇന്ന് നാളെ ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ ഇവിടത്തേക്ക് തിരിച്ചു വന്നാൽ, മനസ്സിലായില്ലേ, എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ വരാനുള്ള സാധ്യതയൊന്നുമില്ല, വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ 18,000 റുപ്യ ശമ്പളം, 12,000 റുപ്യ ശമ്പളം ഗൾഫുകാരന്. നമുക്കിവിടെ 18 മിനിമം വേജസ് ഫിക്സ് ചെയ്തത്, അല്ലെങ്കിൽ 21. അതേസമയം ഗൾഫിൽ പോകുമ്പോൾ 50,000-ലധികം രൂപ കൂടുതൽ കിട്ടുന്നു. ഇതേമാതിരി ഒരു വിഷ്യസ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സർക്കിൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ റൗണ്ട് ഇതുമാതിരി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് പക്ഷേ പെട്ടെന്ന് നിന്ന് പോവുകയും ചെയ്യും എന്നുള്ളത്. ഇനി ഒരു കാര്യം പറയാം, നമ്മളിതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഇതിനെക്കാട്ടും വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ആന്ധ്രാപ്രദേശ് വിഭജനത്തിൽ ചെന്ന് അവസാനിപ്പിച്ചത്. രണ്ട് തെലുഗു തള്ളകൾക്ക് ഉണ്ടായിട്ടുള്ള സന്തതികളാണ് തെലങ്കാന ആന്ധ്രയും. എന്നിട്ട് അവർ 1956 തൊട്ട് 71 വരെ ഒരുമിച്ച് പോയതിനു ശേഷം വലിയ വഴക്കുണ്ടായി. ജയ് ആന്ധ്ര സമരം, ജയ് തെലങ്കാന സമരം. അതിനുശേഷം പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവന്നു. പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് അനുസരിച്ചിട്ട് അതിൽ ഒരു സ്റ്റേറ്റിൽ 85% സീറ്റും 85% ജോലിയും അവിടെ അതിൽ പ്രൈവറ്റ് സെക്ടർ ഇല്ല കേട്ടോ. 85% ഇത് നമ്മൾ കുറച്ചും കൂടെ വിശാലമായിട്ട് കാണേണ്ടതാണ്. 85 റിസർവ്ഡ് ആയിരുന്നു. പ്രസിഡൻഷ്യൽ ഓർഡർ അനുസരിച്ച് 1971 തൊട്ടിട്ട് ആന്ധ്രയുടെ ഈ അടുത്ത കാലത്തുണ്ടായ വിഭജനം വരെ. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി സംയുക്ത ആന്ധ്രക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിരാഹാരം 60-65 ദിവസം കിടന്ന് മരണമടഞ്ഞു. അവസാനം അദ്ദേഹം കാരണം ഉണ്ടായ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ ഉണ്ടായത്? ഇത് തന്നെയാണ് ജാർഖണ്ഡ്, ബീഹാറിൽ ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ ഇതിനെ എതിർക്കുന്നത് ചില്ലറ ആളുകളല്ല, വലിയ വ്യവസായ ഗ്രൂപ്പുകൾ, വ്യവസായ സംഘടനകൾ, അതുപോലെ തന്നെ ഈ യൂണിയനുകൾ ഇതെല്ലാം എതിർക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നാസ്കോമിന്റേതായി വന്നിരിക്കുന്ന പ്രതികരണത്തിൽ പറയുന്നത് ബിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നാണ്. ഈ നിയമം കമ്പനികളെ കർണാടകത്തിൽ നിന്ന് തുരത്തി ഓടിക്കുമെന്ന് നാസ്കോം പറയുന്നു, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. മതിയായ വൈദഗ്ധ്യമുള്ള പ്രദേശവാസികളുടെ അഭാവത്തിൽ കമ്പനികൾ സ്ഥലം മാറിപ്പോകുന്നതിന്, ബംഗളൂരു വിട്ടു പോകുന്നതിന് പോലും ഇത് കാരണമാകുമെന്നാണ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഇപ്പോൾ ബില്ല് വിവേചനപരമാണെന്ന് പത്മശ്രീ അവാർഡ് ജേതാവാണല്ലോ മോഹൻദാസ് പൈ, ഇൻഫോസിസിന്റെ ബോർഡ് അംഗം, അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്, അതിനാൽ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇതിൽ ചില ധാരണകൾ ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ പ്രദേശവാസികളുടെ ക്ഷേമം ഉറപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, കന്നഡികളുടെ ക്ഷേമമാണ് ലക്ഷ്യമെന്ന് സിദ്ധരാമയ്യ സർക്കാർ പറയുമ്പോഴും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ സന്ദീപ് കൊക്കൂൺ ഇങ്ങനെ പറയുമ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പ്രദേശവാസികളെ കിട്ടാൻ. അങ്ങനെ വരുമ്പോൾ ഈ IT മേഖലയിൽ അത് 10 മടങ്ങ് കൂടുതലായിരിക്കുകയില്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അത് ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് ആയിട്ടുള്ളവരുടെ അഭിപ്രായം നമ്മളിതിൽ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സംസ്ഥാനങ്ങളെ പറ്റി ഇവിടെ സംസാരിച്ചത്. ഇനി മധ്യപ്രദേശിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, ഹരിയാനയിൽ അത് തന്നെ, അവിടെ BJP ആണ് ഭരണത്തിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം വിട്ടേക്ക്. ശിവസേനയുടെ കൂടെ ഇവരെല്ലാവരും കൂടെ കൂടിയല്ലോ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിരുന്നത്. ശിവസേന ഇതിനു വേണ്ടിയിട്ടാണല്ലോ നിന്നിരുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്നറിയോ? അപ്പോൾ കേരളത്തിലോട്ടുള്ള മൈഗ്രേഷൻ, മനസ്സിലായേ? നമ്മൾ മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ലേബറാണ്. അത് ഇനിയൊരു കാര്യം കൂടെ പറയാം. ഒരു നഗരം അങ്ങോട്ട് നടന്ന് വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ചെലവുകൾ വഹിക്കും, ദൈനംദിന ചെലവുകൾ വർദ്ധിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ റേറ്റ് കൂടും, അവിടെ ഭൂമിയുടെ റെന്റിന്റെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം റേറ്റ് കൂടുമ്പോൾ ഇവർ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരും. അപ്പം നമ്മൾ കോർപ്പറേറ്റുകളുടെ അഭിപ്രായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോർപ്പറേറ്റുകൾ അവരുടെ എന്താണ് അവർക്ക് ലാഭം, അതിനനുസരിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, രാഷ്ട്രത്തിന്റെ നിയമത്തിനുള്ളിൽ നിൽക്കുമോ അതിനെ പറ്റിയിട്ട് അഭിലാഷ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനെ തരണം ചെയ്യേണ്ട വിഷയം വരും എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ദളിത് സംവരണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പ്രൈവറ്റ് സെക്ടറിൽ സംവരണം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ എടുത്തിടാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലക്ക് ഇത് കുറച്ചും കൂടെ വിശാലമായിട്ട് ഇത് പഠിച്ച്, ഇപ്പം നമുക്ക് ഗ്രൗണ്ട് ലെവലിലെ സിറ്റുവേഷൻ നമ്മുടെ ഫിഗേഴ്സ് ഇല്ല.
തൊഴിലാളികളിൽ എത്ര പേര് കർണാടകയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതിന് ഫിഗേഴ്സ് വെക്കണം. CND കാറ്റഗറിയിൽ എത്ര ശതമാനം. ഞാൻ പറയട്ടെ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമാണ്, അതുകൊണ്ടൊന്ന് കേൾക്കണം. അത് നമ്മളെല്ലാം മലയാളിയായതുകൊണ്ട് കേൾക്കണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പുറത്തുനിന്നുള്ള ഒരുത്തനെ പഠിക്കാൻ സമ്മതിക്കില്ല. കേരളത്തിലെ PSC അനുസരിച്ചിട്ട് പുറത്തുനിന്നുള്ള ഒരുത്തന്നെ PSC ഇതില്ല. കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിൽ ആരും വന്ന് പഠിക്കുന്നില്ല. നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എവറസ്റ്റിന്റെ മുകളിൽ ചായക്കടയിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് വർഷങ്ങളോളായിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒട്ടുമുക്കാൽ ഡോക്ടർമാരും PG എടുത്തിട്ടുള്ളത് അന്ന് കർണാടകയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ്. അതിനെതിരായിട്ട് നിന്നിട്ടില്ല. അതേസമയം നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരൊറ്റ കോളേജിലും, അത് ആ സുപ്രീം കോടതിയുടെ വിധി വരണവരെ ഒരൊറ്റ കുട്ടിക്ക് പോലും പുറത്തുനിന്ന് MBBS-നോ BDS-നോ എഞ്ചിനീയറിംഗിനോ ആർക്കും പഠിക്കാം. എന്തിനു പറഞ്ഞ് അഭിലാഷ് പറയട്ടെ, ഇവിടെ ലോക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു എന്ന് പുറത്തുനിന്നുള്ളവർക്ക് ഗവൺമെന്റ് ലോ കോളേജിൽ. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മെക്കാനിസങ്ങൾ എല്ലാ സ്റ്റേറ്റുകളും എടുക്കുന്നുണ്ട്. ആ സ്റ്റേറ്റുകൾ എടുക്കുന്ന പ്രൊട്ടക്റ്റീവ് മെക്കാനിസങ്ങളെ പഠിച്ചതിന് ശേഷം ഏതൊക്കെ കാറ്റഗറിയിൽ ഇത് അനുവദിക്കാൻ പറ്റും എന്നുള്ളത്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ BJP മാരത്തെ ഒരു പാർട്ടി വന്ന് അവർ പറയും ഒരു ഓൾ ഇന്ത്യ PSC സർവീസ് ആയിക്കോട്ടെ എന്ന്. അവർ പറയൂലല്ലോ. ഓൾ ഇന്ത്യ ഒരു UPSC മാതിരിയുള്ള എല്ലാ സെക്ടറിലുള്ളത് ഗവൺമെന്റ് ജോലികളും റിസർവ് ചെയ്യുക. ഒരു സംസ്ഥാനം അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് പ്രൈവറ്റ് സെക്ടറായിട്ട് കൊണ്ട് ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരു ടെസ്റ്റ് ഡോസ് ആണത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ഫയർ ചെയ്തിരിക്കുകയാണ്. സ്വയം പ്രതിരോധത്തിന് വേണ്ടി സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു സംരക്ഷണ ഭിത്തി ആ രീതിയിൽ കാണാൻ പറ്റുമോ ഇല്ലയോ? ഭരണഘടന നിരാകരിക്കുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്ന ഏത് നിയമനിർമ്മാണ പ്രക്രിയയാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ശ്രീ മഞ്ജുഷ്, ശരിയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത്. ആന്ധ്രാപ്രദേശിൽ അവരതൊരു പ്രാദേശിക റിസർവേഷൻ ഇതുപോലെ 2019 ഒരു നിയമപ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. അത് 3 വർഷം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനകത്ത് റിലാക്സേഷനും കൊടുത്തിരുന്നു. 2019 നിയമം പിന്നീടാണ് അവർ എൻഫോഴ്സ് ചെയ്തത്. അത് സംബന്ധിച്ചുള്ള ചലഞ്ച് ഇപ്പൊ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിർണായകമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമായിരിക്കാം. അങ്ങനെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിരീക്ഷണം നടത്തുവാനുള്ള കാരണം ഈ 1968-69 കാലഘട്ടങ്ങളിൽ മുൽക്കി റൂളുകൾ എന്ന് പറഞ്ഞിട്ട് പ്രാദേശികമായിട്ട് റിസർവേഷൻ കൊണ്ടുവരുന്ന ഒരു നിയമം അവിടെ കൊണ്ടുവരികയുണ്ടായി. ഇതുപോലെ നമ്മൾ ഇപ്പോ ആന്ധ്രാപ്രദേശിൽ പിന്നീട് കൊണ്ടുവന്നതുപോലെ സമാനമായിട്ടുള്ള റിസർവേഷൻ കൊണ്ടുവരികയും 1979 ജസ്റ്റിസ് ഹിദായത്തുള്ള അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആന്ധ്രാപ്രദേശ് കൊണ്ടുവന്ന നിയമം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ടെസ്റ്റ് അതിന്റെ ഇതുവരെ നടന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ കൊണ്ടുവരുന്ന ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, 2018 കർണാടകയ്ക്ക് പ്രത്യേക ഫ്ലാഗ് വേണം എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കുന്നതാണ്, നമ്മുടെ ആ വൈവിധ്യം. പക്ഷേ പരമാവധി ഈ എത്തനിസിറ്റിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രാദേശികവാദം ഇപ്പം സതുദ്ദേശത്തിലാണ് ഇവരുടെ ഈ നടപടിക്രമമെങ്കിൽ എങ്ങനെയാണ് ഒരു 10 ബിൽ ബോർഡുകളിൽ ആദ്യം കർണാടക വേണമെന്ന് എങ്ങനെയാണ് നിഷ്കർഷിക്കാൻ കഴിയുന്നത്? നിങ്ങളൊരു പരസ്യം കൊടുക്കുമ്പോൾ അതിനകത്ത് ആദ്യം കന്നഡയിൽ വേണമെന്ന്, അത് 19(1)A പ്രകാരമുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ വയലേഷൻ അല്ലേ? ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്റെ എന്റർപ്രൈസിന് വേണ്ടി ഞാനൊരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ ഏത് ഭാഷയിലാണ് അത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അപ്പൊ ഇത്തരത്തിൽ വളരെ ഇന്നോക്വസ് എന്ന് തോന്നുന്ന ഈ നിയമം വ്യക്തമായിട്ടും രാജ്യത്ത് വിഭജനം, അതല്ല ജാതിയാണെങ്കിലും മതമാണെങ്കിലും പ്രാദേശികമാണെങ്കിലും എല്ലാ ചിന്തകളും വിഭജനത്തിന് അനുയോജ്യമായിട്ടുള്ളത് സമ്പന്നമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഇത് രക്ഷപ്പെടുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം റിഗ്രസീവ് ആയിട്ടുള്ള നടപടികളുണ്ട്. മലയാളികളും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെ ചിന്തയിലെയും നമ്മുടെ സ്വഭാവത്തിലെയും സമാഹിതമായിട്ടുള്ള ഒരു വൈകൃതമാണ് കാണിക്കുന്നത്. ലോകമെമ്പാടും നടന്ന് തൊഴിലിന്റെ ഗുണം, അവര് തരുന്ന തൊഴിലിന്റെ ഗുണം അനുഭവിച്ചതിന് ശേഷം ഇങ്ങോട്ടാരെയും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും കയറ്റാതിരിക്കുക, ശക്തമായിട്ടുള്ള പ്രാദേശിക ഭാഷാവാദം. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇപ്പം മാറ്റേഴ്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡോക്യുമെന്റ്സും ഗവൺമെന്റ് ഓർഡേഴ്സ് എല്ലാം മലയാളത്തിലാണ്. ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അത്തരത്തിൽ ഇംഗ്ലീഷിൽ പോലും ഉത്തരവ് ഇറക്കുവാൻ തത്തുല്യമായിട്ടുള്ള പദങ്ങൾ പോലും അവൈലബിൾ അല്ല. പക്ഷെ അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രായോഗികമായിട്ട് ഇന്നത്തെ ലോകത്തിൽ ഇംഗ്ലീഷ് ഇന്ത്യയിലെമ്പാടും ഉപയോഗിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന, സംവേദനത്തിന് സഹായിക്കുന്ന ഒരു ഭാഷയാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ പ്രാദേശികവാദത്തിലേക്ക് സംസ്ഥാനങ്ങളെല്ലാം തന്നെ സ്വയം കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും അംഗീകരിക്കാൻ നമുക്ക് കഴിയാത്ത
കേരളീയർ ഉൾപ്പെടെയുള്ളവരെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രാദേശിക നടപടിയാണ് ഈ മാനേജ്മെന്റ് തസ്തികകളിൽ ഉൾപ്പെടെ 50%. അത് സർക്കാരിന്റെ സഹായം വേണ്ടതായിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. സെക്ഷൻ ക്ലോസ് 3 ഈ ബില്ലിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. കൊമേഴ്ഷ്യൽ റിസോർട്ട്, ഹോസ്പിറ്റൽ, എന്റർടൈൻമെന്റ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട്, ഇ കൊമേഴ്സ്, സ്കൂൾസ്, യൂണിവേഴ്സിറ്റീസ്, വളരെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള റെഗുലേഷൻ ആണ് ഇത്. ഭരണഘടനാ വിരുദ്ധമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ മാനിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കോടതികളും ഇതിന് കൈയടിച്ച് ഇത് പാസ്സാക്കുമെന്ന് കരുതാൻ ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് ശ്രീ എം ആർ അഭിലാഷ് ഞാൻ ഇടപെടുകയാണ്. വ്യവസായ മന്ത്രി പി രാജീവ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. കർണാടകത്തിന് യോഗ്യത മാത്രമാണ് കേരളത്തിലെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകുന്നതിനുള്ള മാനദണ്ഡം. അദ്ദേഹത്തിന്റെ എക്സിലെ ട്വീറ്റാണ് ഈ കാണുന്നത്. കേരളത്തിൽ നിക്ഷേപിക്കാനും കമ്പനികളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇതിലൂടെ പി രാജീവ്. കേരളത്തെ തിരിച്ചറിയാനുള്ളൊരു സമയമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇൻവെസ്റ്റ് ഇൻ കേരള, എംപ്ലോയി ടാലന്റ് ആൻഡ് മെറിറ്റ് ദ ഓൺലി ക്രൈറ്റീരിയ ഫോർ റിക്രൂട്ട്മെന്റ്. ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ കമ്പനീസ് ടു ഡിസ്കവർ കേരള വിത്ത് ഇറ്റ്സ് ഹൈലി സ്കിൽഡ് ടാലന്റ് പൂൾ, ദ ബെസ്റ്റ് ക്ലൈമറ്റ് ആൻഡ് എ ഹാസിൽ ഫ്രീ എൻവയറമെന്റ്. എംബ്രാസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് പി രാജീവ്, വ്യവസായ മന്ത്രി, സംസ്ഥാനത്തിൻ്റെ വ്യവസായ മന്ത്രിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. കർണാടകം കന്നഡികർക്ക് മാത്രമായി സ്വകാര്യ മേഖലയിൽ ജോലി സംവരണം ചെയ്യുവാനുള്ള നീക്കം നടത്തുമ്പോൾ അത് ചില മേഖലകളിൽ 100%, പൂർണ്ണമായിട്ടും 100%. മറ്റ് മേഖലകളിൽ അത് 50% മുതൽ 75% വരെയാണ് കന്നഡികർക്ക് മാത്രമായി സംവരണം ചെയ്യാൻ പോകുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിലീസ് വ്യവസായ മന്ത്രി നൽകിയിരിക്കുന്നതും. ശ്രീ റോണി കെ ബേബി, ഇതിനുള്ള താങ്കളുടെ പ്രതികരണം? എനിക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ ശ്യാമപ്രസാദ് കുറച്ചു കാര്യങ്ങൾ പറയുകയുണ്ടായി. കോൺഗ്രസ് കർണാടകയിൽ അങ്ങ് പ്രാദേശികവാദത്തിന്റെ വളരെ അപകടകരമായിട്ടുള്ള വിത്ത് വിതയ്ക്കുകയാണ്. കോൺഗ്രസ് ആണ് ഇതിനെ മുഴുവൻ ഛിദ്രമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ വിഘടനവാദത്തിന്റെ ഇരകളാണ്. അങ്ങ് ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ 2019 ഈ സ്റ്റാൻഡിംഗ് ഓർഡർ വന്നപ്പോൾ അന്ന് കർണാടക ഭരിച്ച ആരാണ് എന്ന് അങ്ങൊന്ന് ദയവ് ചെയ്തൊന്ന് പരിശോധിക്കുക. ഈ സ്റ്റാൻഡിംഗ് ഓർഡർ വന്ന ഡേറ്റ് ഞാൻ പറയാം. 2019 ഡിസംബർ മാസം 7-ാം തീയതി. അന്ന് കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് BS യെദ്യൂരപ്പയാണ്. BS യെദ്യൂരപ്പ കോൺഗ്രസ്സുകാരനാണോ മിസ്റ്റർ ശ്യാമപ്രസാദ്? അങ്ങൊന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. അന്ന് 2019 അന്ന് ഈ പറയുന്ന യെദ്യൂരപ്പയുടെ സർക്കാർ കൊണ്ടുവന്ന സ്റ്റാൻഡിംഗ് ഓർഡർ, ആ സ്റ്റാൻഡിംഗ് ഓർഡറാണ് ഇന്ന് കർണാടക ക്യാബിനറ്റ് നിയമമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് അപ്രൂവൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതേ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ കർണാടകയുടെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ കൃത്യമായി പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജനറൽ തത്വം എടുത്തു കഴിഞ്ഞാൽ എന്താ, കേരളത്തിൽ ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം എന്താ, ഒരു കേരളത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടെങ്കിൽ അവരായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഈ പറയുന്ന തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ടെക്നോ പാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻഫോ പാർക്ക് ഉണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം മലയാളികളാണ്. ഇത് സ്വാഭാവികമായിട്ടും കർണാടകയിൽ ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പ്രിഫർ ചെയ്യണം, അല്ലെ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എന്താ തെറ്റിരിക്കുന്നത്? ഇത് തന്നെ ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട അഭിലാഷ് പറയുന്നു ഇത് സുപ്രീം കോടതിയിൽ മുമ്പ് നിൽക്കില്ല എന്ന്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അഭിലാഷ് എന്നെ അങ്ങനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കൃത്യമായി തന്നെ പറഞ്ഞ 1985 സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് PB വിജയകുമാർ കേസ്. ആ കേസിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് പബ്ലിക് ഓഫീസറിന്റെ കാര്യത്തിൽ മാത്രം ഡിസ്ക്രിമിനേഷൻ പാടില്ല. The state shall not discriminate any person on the basis of religion, caste, sex, place of birth, etc. in matters of public employment or office on state എന്നാണ് കൃത്യമായി തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ കർണാടകയ്ക്ക് മുൻപുള്ള 4-5 സ്റ്റേറ്റുകൾ, ഈ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അവിടെ ഈ പറയുന്ന ഹരിയാന സർക്കാർ കൊണ്ടുവന്നത് അവിടുത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയാണ് സ്ക്വാഷ് ചെയ്തിരിക്കുന്നത്. ആ കേസുകളൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സുപ്രീം കോടതി അതിനകത്ത് തീരുമാനം എടുക്കട്ടെ. പിന്നെ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ശ്യാമപ്രസാദ് പറഞ്ഞ 1-2 കാര്യം അങ്ങേക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അവരൊക്കെ വിഘടനവാദത്തിന്റെ ഇരകളാണ്, അല്ലെ അവര് പിന്നെ ഊട്ടി വളർത്തിയ വിഘടനവാദമാണ് അവരുടെ ജീവനെടുത്തത്. അങ്ങ് ഡോക്ടർ PC അലക്സാണ്ടർ അവസാനം BJP പക്ഷത്തേക്ക് ചാഞ്ഞ ഡോക്ടർ PC അലക്സാണ്ടർ എഴുതിയ പുസ്തകം വായിക്കുക, ത്രൂ ദ കോറിഡോർസ് ഓഫ് പവർ, അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ എന്ന പുസ്തകം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അവരുടെ ജീവത്യാഗവും. രാജീവ് ഗാന്ധി എന്ത് തെറ്റാ ചെയ്തത്? രാജീവ് ഗാന്ധി ആകെ ചെയ്തത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടുത്തെ തമിഴ് വംശത്തിന് വളരെ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടപ്പോൾ അവിടെ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അവിടേക്ക് അയച്ചത് മാത്രമാണ് രാജീവ് ഗാന്ധി, അവിടുത്തെ തമിഴരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അങ്ങ് ഒരു വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ
അത് വളരെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇന്ത്യയുടെ 2 മുൻ പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയാ അവരൊക്കെ ജീവത്യാഗം ചെയ്തത്. PC അലക്സാണ്ടർ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് അവസാനം ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വരുന്നു, നിങ്ങളുടെ സുരക്ഷാ വലയത്തിൽ നിന്നും സിഖ് സൈനികരെ മാറ്റി നിർത്തണം. ഇന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞതെന്നറിയോ? അവിശ്വാസത്തിന്റെ പേരിൽ ഒരു ഇന്ത്യക്കാരനെ ഞാൻ മാറ്റി നിർത്തിയാൽ അന്നു മുതൽ ഞാൻ ഒരു ഇന്ത്യക്കാരി അല്ലാതായി മാറുമെന്ന് ധീരമായ നിലപാടെടുത്ത ആളാണ് ഇന്ദിരാഗാന്ധി. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ചരിത്രം പഠിക്കണം. പിന്നെ ഇതൊക്കെ പറയുന്നത് തിരിഞ്ഞുകുത്തും എന്നുകൂടി അങ്ങ് മനസ്സിലാക്കണം. ഈ 2019 അപ്പോൾ ആരാണ് കർണാടകയിൽ ഈ പറയുന്ന വിഘടനവാദത്തിന് വളം വെച്ചത്? കോൺഗ്രസ് ആണോ BJP ആണോ? രാഷ്ട്രീയം പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ 2019 അന്ന് യെദ്യൂരപ്പ സർക്കാരാണ് ഇതിന്റെ സ്റ്റാൻഡിംഗ് ഓർഡർ കൊണ്ടുവന്നത്. ഈ സ്റ്റാൻഡിംഗ് ഓർഡറിലാണ് ഇത്ര ശതമാനം ഈ പറയുന്ന ജോബ് അല്ല ഇത്ര ശതമാനം ജോബ് അവിടെ ഈ പറയുന്ന കന്നഡിയർക്ക് വേണ്ടി മാറ്റിവെക്കണം. കോൺഗ്രസ് ഗവൺമെന്റ് കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് റിലാക്സേഷൻസ് ആണ്. ഇനി കന്നഡിയർ അവൈലബിൾ അല്ലയോ? നിങ്ങൾ സർക്കാരിന് റിക്വസ്റ്റ് കൊടുക്കുക, സർക്കാർ നിങ്ങൾക്ക് അതിന് എക്സെപ്ഷൻ തരും. അവിടുത്തെ വലിയ ഭീമമായ ഫൈന്റെ കാര്യമൊക്കെ പറഞ്ഞു 10,000 മുതൽ 25,000 രൂപ വരെ മാറ്റുക. പിന്നെ ഇവിടെ മഞ്ജുഷ് പറയുണ്ടായി അവിടെ ഏതെങ്കിലുമൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ചെയ്തത്. അവിടെ മാസങ്ങളായി കന്നഡിയൻ സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ 1986 സരോജിനി മഹിഷ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം. അവര് പറഞ്ഞത് 100%. അങ്ങ് പരിശോധിക്കണം. സരോജിനി മഹിഷ കമ്മിറ്റി അവര് പറഞ്ഞത് 100% ജോലി സർക്കാർ ഉദ്യോഗങ്ങളിലും സ്വകാര്യ ഉദ്യോഗങ്ങളിലും കന്നഡികൾക്ക് വേണ്ടി മാത്രം മാറ്റി എന്താണ് ഇക്കാര്യത്തിൽ എതിർപ്പുള്ളത്? അല്ല, അദ്ദേഹം ആദ്യം സുരേഷ് കുമാർ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ് ശ്രീ റോണി ചൂണ്ടിക്കാട്ടിയത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 16ാം വകുപ്പിലെ 2ാമത്തെ ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചല്ല, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റുപറ്റി. 5-അംഗ ബെഞ്ച് ജസ്റ്റിസ് ഹിദായത്തുള്ള അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് മമതയുള്ള ആൾക്കാരെയൊക്കെ പലപ്പോഴും കമ്മിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രാദേശികമായിട്ടുള്ള ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടൊന്നും തന്നെ ഭരണഘടനാപരതയുടെ ലിറ്റ്മസ് ടെസ്റ്റ് അല്ല. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. 69 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ്, ജസ്റ്റിസ് ഹിദായത്തുള്ളയുടെ ഉത്തരവാണ്, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിട്ടില്ല. താങ്കൾ ചൂണ്ടിക്കാട്ടിയ സെക്ഷൻ ആർട്ടിക്കിൾ 16 സബ് ആർട്ടിക്കിൾ 2 മാത്രമാണ് അവിടെ ചൂണ്ടിക്കാട്ടിയത്. അപ്പൊ ഈ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ ലിറ്റ്മസ് ടെസ്റ്റ് ഇല്ല. ഓരോ അധികാരത്തിലിരിക്കുന്ന ഓരോ പാർട്ടിക്കും മമതയുള്ളവരെ കൊണ്ട് അവര് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന അജണ്ടയ്ക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊണ്ടുവരാറുണ്ട്. അത് രാജ്യമെമ്പാടും എല്ലാ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും നടക്കുന്ന കാര്യമാണ്. പക്ഷെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും രാഷ്ട്രീയ പാർട്ടിക്കും ഒക്കെ അതീതമായിട്ട് രാജ്യത്തിന്റെയും നമ്മുടെ ജനങ്ങളുടെയും താല്പര്യം മാത്രമല്ലേ അവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, 2019 വിത്ത് വിതച്ചത് യെദ്യൂരപ്പയാണ്, ഇതാണ് കോൺഗ്രസിന്റെ വാദം. ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും പലതരത്തിലുള്ള പരിഗണനകളും ഒക്കെ ഗവൺമെന്റിന്റെ മുമ്പിൽ വരും. പക്ഷേ ഈ രീതിയിലൊരു നിയമമാക്കിക്കൊണ്ട് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്ര കൃത്യമായിട്ട് 50, 75 ബിൽ ബോർഡുകളിൽ, പരസ്യ ബോർഡുകളിൽ വരെ കന്നഡ ഈ രീതിയിലുള്ള വളരെ, അതായത് നഗ്നമായ രീതിയിലുള്ള ഭരണഘടനാ ലംഘനമല്ലേ ഈ നടന്നിരിക്കുന്നത്. ഓരോ ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രപ്പോസലുകൾ ഉണ്ടാകും, ചില സ്റ്റാൻഡിംഗ് ഓർഡറുകൾ ഉണ്ടാകും. പക്ഷേ അതൊന്നും ഈ രാജ്യത്തെ നിയമമായിട്ടില്ല. എന്നിട്ട് ഈ 2019 മുതൽ 2024 വരെ അവിടെ BJP ഗവൺമെന്റ് തന്നെയാണല്ലോ ഭരിച്ചത്. എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും വിവാദങ്ങളുണ്ടായോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഗവൺമെന്റിന്റെ മുമ്പിൽ എങ്ങനൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, അതൊരു സ്റ്റാൻഡിംഗ് ഓർഡർ ആയിട്ട് ആ രീതിയിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഈ 2019 മുതൽ 2024 വരെ ഈ രീതിയിലുള്ള ഒരു ചർച്ചകളോ ഈ രീതിയിലുള്ള സമൂഹത്തിലും വ്യവസായ ലോകത്തും രാഷ്ട്രീയ രംഗത്തും ഈ രീതിയിലുള്ള ഭയാശങ്കകളോ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് റോണി തലയുരാൻ ശ്രമിക്കണ്ട. കാര്യം ഇവിടെ നടന്നിട്ടുള്ളത് വളരെ അഡ്വക്കേറ്റ് MR അഭിലാഷ് പറഞ്ഞ പോലെ നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഈ ഭരണഘടനയുടെ ഡമ്മിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് കുറേ നാളായല്ലോ ഇവർ പൊറാട്ട് നാടകം കളിക്കുന്നു. എന്നിട്ട് ഇവർ തന്നെ കാണിക്കുന്ന ഏറ്റവും ഭീകരമായ രീതിയിലുള്ള ആ ഒരു ഭരണഘടനാ ലംഘനമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ ആ വിഷവിത്തുകൾ വിതച്ചു കഴിഞ്ഞു എന്നേ, അത് വിതച്ചു കഴിഞ്ഞു ഇവർ. അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഫാർ റീച്ചിങ് ആയിരിക്കുമെന്നുള്ളത് ഇനിയും വരും ദിനങ്ങളിലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
അതുപോലെ ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാര്യം പറഞ്ഞു. ഈ ഖാലിസ്ഥാൻ വാദത്തിന് ഈ ഭിന്ദ്രൻവാലയെ ഊട്ടി വളർത്തിയത് ആരാണ്? ആ പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഇതിൽ നിന്ന് അവരുടെ കാൽക്ക് ചില സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കളിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഷാബു അതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കൂടി കലർത്തുന്നുണ്ട്. റോണി കെ ബേബി അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കണ്ണുകളിലൂടെ കാണുന്നുണ്ട്. പക്ഷേ എം.ആർ. അഭിലാഷിന്റെ വാദത്തെ താങ്കൾക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. നിയമത്തിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ ഇത് ഞങ്ങൾ പ്രാദേശികവാദം പരമാവധി ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള സിദ്ധരാമയ്യ സർക്കാരിന്റെ ഒരു ശ്രമം, അതിനപ്പുറത്തേക്ക് ഇത് വളരില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിന് എൻ്റെ കൂടെ ഒരു പേഴ്സണൽ കാര്യം പറയാം. ഈ ആന്ധ്രാപ്രദേശിനെ പറ്റി പറഞ്ഞല്ലോ, മുൽക്കി റൂൾസ് 1989 ഞാൻ കേസ് കൊടുത്തു സുപ്രീം കോടതിയിലും, ആന്ധ്ര ഹൈക്കോർട്ടിലും തമിഴ്നാട് ഹൈക്കോർട്ടിലും. ഞാൻ തന്നെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എൻ്റെ വാദം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്ധ്രാപ്രദേശിലെ സീറ്റുകളിൽ അവർ 85 സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് രണ്ടുണ്ടോ, തെലങ്കാന ആന്ധ്രയുണ്ട്, തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അത് ഈ രാജ്യത്ത് നിയമങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു. അന്ന് അവർ കോടതിയിൽ പറഞ്ഞത് ഇതിനെതിരായിട്ട് പ്രസിഡൻഷ്യൽ ഓർഡർ ഉണ്ട്, അത് ഇറ്റ് ഇസ് ഓവർ റൈഡിങ് ഓൾ ദി എന്താ പറയുക കോർട്ട് ജഡ്ജ്മെന്റ്സ്, അതുകൊണ്ട് ദാറ്റ് വിൽ അപ്ലൈ എന്ന് രംഗനാഥ് മിശ്രയും ജഡ്ജ്മെന്റ് ഉണ്ട് എന്റെ കേസിൽ. അതിൽ അപ്പൊ പറഞ്ഞതിനെതിരെയില്ലേ, അപ്പൊ സുപ്രീം കോടതി വേറൊരു തീരുമാനമാണല്ലോ അവിടെ എടുത്തത്. സുപ്രീം കോടതി അപ്പൊ അവിടെ ഒരു തീരുമാനം എടുത്തു ഇങ്ങനെ. ഇത് പക്ഷെ അത് പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ പ്രൈവറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, പക്ഷെ ഒന്നും കൂടി വിശാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ധ്രുവീകരണ രാഷ്ട്രീയം എല്ലാവരും കളിക്കുന്നുണ്ടല്ലോ. അവർ ജാതിയുടെ ധ്രുവീകരണം നടത്തുന്നുണ്ട്, വേറെ കൂട്ടർ മതത്തിന്റെ ധ്രുവീകരണം നടത്തുന്നുണ്ട്, വേറെ കൂട്ടർ ഭാഷയുടെ ധ്രുവീകരണം നടത്തുന്നുണ്ട്, വേറെ കൂട്ടർ ഉപജാതി ധ്രുവീകരണം നടത്തുന്നുണ്ട്. അതിവിടെ കൂട്ടിക്കുഴക്കണ്ട. ഇവിടെ നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്തൊരു ഡിസ്കഷൻ നടത്തുമ്പോൾ ഞങ്ങൾ ആദ്യം കടലാസ് കൊണ്ടുവന്നു, മറ്റുള്ളവർ നടപ്പാക്കി, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ള വാദങ്ങൾ ശരിയല്ല. വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രാക്ടിക്കൽ. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മളൊരു സ്റ്റേറ്റിൽ അതായത് തീരെ ദരിദ്രമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എടുക്കാം, നമുക്ക് രാജസ്ഥാനോ മധ്യപ്രദേശോ ആയിരിക്കുമല്ലോ ഏറ്റവും മോശം, ബീമാറു എന്ന് പറയുന്ന സ്റ്റേറ്റുകളിൽ. ഈ ബീമാറു സ്റ്റേറ്റുകളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തികൾക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അവരൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു നിയമം ഇതല്ല കേട്ടോ. ഇപ്പൊ കോൺഗ്രസിന്റെ ഉദ്ദേശത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയല്ല. ആ ഉപദേശത്തിന് അതിനനുകൂലമായിട്ട് ഒരു മുൽക്കി റൂളുകൾ കൊണ്ടുവരുന്നതിന് ഞാൻ അനുകൂലമാണ്. എന്താ കാര്യം, കംപ്ലീറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്കുള്ള തരം നമ്മുടെ ലോകത്തെല്ലാം, ഞാൻ നേരത്തെ നമ്മുടെ ലോകത്തെല്ലായിടത്തും പോവും, അവിടെ ദുബായിലും പോയിരിക്കും. കുറെ പേര് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഗംഭീരമായിട്ട് പ്രസംഗിക്കും ഇവിടെ എന്താ നടത്തേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചീപ്പ് ലേബർ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് വന്നിട്ട് ഒരു സംസ്ഥാനത്ത് ഇതാക്കുകയും, ഞാനതാണ് സിനിമയെ പറ്റി പറഞ്ഞത്. കാരണം കർണാടക സിനിമ അന്ന് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഹിന്ദി സിനിമ വന്ന് അടിച്ചു കയറിയിട്ട് 90% തിയേറ്റർ ഓക്യുപ്പൈഡാ. അതേമാതിരി തന്നെ കമ്മീഷണറെ പറ്റി പറഞ്ഞാൽ ശരിയില്ല. അതിന് മുമ്പ് തന്നെ ഗോക കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് കർണാടക ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. കർണാടക ഭാഷ ഭയങ്കരമായിട്ടുള്ള ഒരു ത്രെറ്റിലായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഉറുദു ഭാഷയായിരുന്നു ഈ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ സിനിമയും ഉറുദുവിലായിരുന്നു, ഹിന്ദി എന്ന് നമ്മൾ പറയുമെങ്കിലും. അപ്പൊ ആ നിലയ്ക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഡിബേറ്റ് നമുക്ക് നടത്താം, എന്നാലും ഡിബേറ്റ് വൺ സൈഡഡ് ആയി പോകരുത്. ഗ്രൗണ്ട് റിയാലിറ്റി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യവസായി ആയിട്ടുള്ള വ്യക്തി, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഇവിടുന്ന് കാണുന്നില്ല, മനസ്സിലായില്ലേ, അദ്ദേഹം ടെക്സ്റ്റൈൽ വ്യവസായി ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. വെറും IT മാത്രമല്ലല്ലോ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ബംഗ്ലാദേശിലോട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ബംഗ്ലാദേശിൽ ചീപ്പ് ലേബർ. അതേമാതിരി ഇന്നിപ്പോ ഇന്ത്യക്കാരനെക്കാട്ടും കൂടുതൽ ആൾക്കാരെ ഗൾഫിലോട്ട് കൊണ്ടുപോകുന്നത് ബംഗ്ലാദേശുകാരാണ്. അപ്പൊ ദർ ഇസ് എ മാർക്കറ്റ്. അങ്ങനെ ഒരു മാർക്കറ്റ് എക്കോണമി നിലനിൽക്കുമ്പോൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, മനസ്സിലായില്ലേ, അതിപ്പോ നമ്മൾ പ്രൊട്ടക്ഷൻസ് എന്ന് പറയാലോ, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിന്റെ അവകാശത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ്. പക്ഷെ ബ്ലാങ്കറ്റ് ആവാൻ പാടില്ല. അതുമായി തന്നെ അതിന് കാറ്റഗറൈസ് ചെയ്യണം. അതിൽ ചിലപ്പോൾ ബോർഡിനെ പറ്റിയിട്ട് ഇപ്പോ എന്റെ OPയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രം സംസാരിക്കാമെന്ന്. ഞാൻ എന്റെ രോഗികളെ നോക്കുമ്പോൾ അതെന്താ കാരണം, ഹസ് നിങ്ങളുടെ ഭർത്താവ് അവിടെ പോയി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണമെങ്കിൽ എന്താ പറയുക, മലയാളത്തിൽ ഹസ്സിന് ബസ് മിസ്സായിരുന്നു. ഇതാണ് മലയാളത്തിൽ ഉത്തരം തരുന്നത്. ഇംഗ്ലീഷാണോ ഈ ഭാഷ, അത് മലയാളമാണോ ഈ ഭാഷ? അപ്പൊ ആ നിലക്ക് മലയാള ഭാഷയും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ആ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ശാസ്ത്രലോകത്തിന് അതിൽ ഉൾപ്പെടുത്തേണ്ടത് മാത്രമേ ഉള്ളൂ.
ഭാഷാപരമായിട്ടുള്ള പ്രൊട്ടക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതിൻ്റെ ഭാഷയെയും സംസ്കാരത്തെയും അതിൻ്റെ വ്യവസായത്തെയും അതിൻ്റെ തൊഴിലാളികളെയൊക്കെ സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. ഇതിലൊരു തരത്തിലുള്ള രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. അതിൽ ഏതെങ്കിലും പാർട്ടി ധ്രുവീകരണം നടത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഞാനതിൽ കാണുന്നില്ല. ഞാൻ കാണുന്നത് ഈ ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കോസ്മോപോളിറ്റൻ സിറ്റി നമ്മൾ വിളിക്കുന്നതാണ്. ആ സിറ്റിയെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ആ സിറ്റി എങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശരി, സന്ദീപ്, അവസാനമായി താങ്കൾ ചർച്ച പറഞ്ഞ ആൾക്കാരുടെ അവർക്ക് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടാവും. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ സന്ദീപ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ കേരളത്തിലെ വ്യവസായ മന്ത്രിയുടെ പ്രതികരണം അത് താങ്കൾ കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ അന്നേരം ഫ്രെയിമിലില്ലായിരുന്നു. യോഗ്യത മാത്രമാണ് കേരളത്തിലെ സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകുന്നതിന് മാനദണ്ഡം. കേരളത്തിൽ നിക്ഷേപിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. ഇതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടുത്തെ കേരളത്തിലെ വ്യവസായ മന്ത്രിയുടെ പ്രതികരണമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം കേരളത്തിൽ വ്യവസായം നടത്താൻ വേണ്ടി ഞാൻ 2-3 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അനവധി ആളുകൾ ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ചെയ്യുന്നത് മുൻപ് ഉള്ള പ്രശ്നം എനിക്ക് ലേബർ അവൈലബിലിറ്റി കുറവായിരുന്നു. ഇപ്പൊ ഇവിടെയും അതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അതിനുശേഷം ആഫ്റ്റർ കൊറോണ ഞാനൊക്കെ കേരളത്തിൽ കൂടി വ്യവസായം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പല സ്റ്റെപ്പുകളും ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തൊരു 10 വർഷത്തിനകത്ത് അനവധി കമ്പനികൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെ പോയാലും ഈ ലേബർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഷാ പ്രശ്നങ്ങളും പ്രാദേശികവാദമൊക്കെ ഒരു പരിധിവരെയൊക്കെ വരും. അതിനെ നമ്മൾ എത്രമാത്രം മറികടന്നുകൊണ്ട് പോകണം എന്നുള്ളത് നമ്മൾ വ്യവസായം നടത്തുന്ന ആളുകളുടെ ഇതുപോലെ ഇരിക്കും. എന്തായാലും ഞാനും മന്ത്രിക്ക് തന്നെ ഒരു പ്രപ്പോസൽ ഞാൻ കൊടുത്തിരുന്നു. പാലക്കാട് എൻ്റെ ഒരു സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ലോ കേരള സഭയിൽ പോയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരു 5-6 വർഷത്തിനകത്തേക്ക് കേരളത്തിലേക്ക് കുറച്ചെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിലെ അവസ്ഥയും മാറി. ഇപ്പോൾ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിക്കൊണ്ടിരിക്കുന്നു. അത് മുൻപ് ഉണ്ടായിരുന്നേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എന്നെ പോലെ തന്നെ ഇപ്പൊ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഫാക്ടറികളോടെ ഉണ്ട്. അപ്പൊ അവരെല്ലാം കണ്ണൂരിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞങ്ങളെ ഇന്റേണൽ ആയിട്ടുള്ള സംസാരങ്ങളിലെല്ലാം ഉണ്ട്. നമ്മൾ കേരളത്തെ ഒരിക്കലും മാറ്റിവെക്കുന്ന ഒരു സ്ഥലമല്ല. നമ്മൾക്കെല്ലാം അവസാനത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ വന്ന് നമ്മൾ കുറച്ചു കാലം ബിസിനസ് ചെയ്യണം തന്നെയാണ്. നമ്മൾ അന്നത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ പല രാജ്യങ്ങളിലേക്ക് പോയി, പല സംസ്ഥാനങ്ങളിലേക്ക് പോയി. പക്ഷെ ഇത് പല പ്രാദേശികമായ പല പ്രശ്നങ്ങളും പലയിടത്തും നേരിടുന്നുണ്ട്. ഇപ്പൊ ഇതാണെങ്കിൽ നാളെ മറ്റൊരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇതിനെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോണേ. എനിക്ക് വളരെ സന്തോഷം മന്ത്രി അങ്ങനെ ഇൻവൈറ്റ് ചെയ്തതിൽ സന്തോഷം. എനിക്കത് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പോയിന്റ് ചോദ്യം ഇതായിരുന്നു: കർണാടകത്തിൽ കന്നഡികർക്ക് മാത്രം ജോലി, രാഹുൽ ഗാന്ധി ഇടപെട്ട് റദ്ദ് ചെയ്യണോ? വേണമെന്ന് 85% പ്രേക്ഷകർ, വേണ്ട എന്ന് 11%. പോയിന്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കേടുപാട്